എൻ്റെ വോട്ട് നിലമ്പൂരായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സഖാവ് സ്വരാജിന് ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന സാംസ്കാരിക നായകന്മാരെയും സാഹിത്യ പ്രതിഭകളെയും തട്ടിയിട്ട് വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇപ്പോൾ സാംസ്കാരിക നായകനായിട്ട് ഈ നാട്ടിൽ അംഗീകാരം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ സാഹിത്യകാരനായിട്ടോ കവിയായിട്ടോ പാട്ടുകാരനായിട്ടോ ചിത്രകാരനായിട്ടോ ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെ എന്ന ചോദ്യത്തിന് ഞങ്ങൾ സ്വരാജിൻ്റെ കൂടെ എന്ന് മറുപടി പറയാതെ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിലമ്പൂർ ആളുകൾ മാത്രമല്ല, കേരളത്തിലെ ബാക്കി 138 മണ്ഡലങ്ങളിലെയും ആളുകൾ സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര യോഗ്യനായ ഒരാളെ തൃപ്പൂണിത്തുറയിലെ സമ്മതിദായകർ തള്ളിക്കളഞ്ഞത്? ഇത്രയും പരിണതപ്രജ്ഞനായ, ഇത്രയും വാക്സാമർഥ്യമുള്ള, തൻ്റെ ഇടമുള്ള, തലയെടുപ്പുള്ള, സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ എന്തുകൊണ്ടാണ് തൃപ്പൂണിത്തുറക്കാർ തള്ളിക്കളഞ്ഞത്? അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് തൃപ്പൂണിത്തുറയിൽ സംഭവിച്ചത്? അവിടെ ചാത്തൻ ശല്യമായിരുന്നു? അത് വല്ല ഒടിവിദ്യയായിരുന്നു? അത് വോട്ടർമാർക്ക് മൊത്തം കിളി പോയതാണോ? അത് ബുദ്ധിശൂന്യത കൊണ്ട് ജനങ്ങൾക്ക് തെറ്റുപറ്റിയതാണോ എന്നൊക്കെ സംശയം തോന്നാം. ഇദ്ദേഹം 2016 തൃപ്പൂണിത്തുറയിൽ നിന്ന് ജയിച്ച ആളാണ്. 2021 അതേ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? നിലമ്പൂർ പോലെ UDFന് പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമല്ല തൃപ്പൂണിത്തുറ. കേരള പിറവി മുതൽക്ക് ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ 1957-ലും 60-ലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ച മണ്ഡലമാണ്. അന്ന് ഇതിൻ്റെ പേര് കണയന്നൂർ എന്നോ മറ്റോ വരും. പിന്നീടാണ് മണ്ഡലത്തിൻ്റെ പേര് തൃപ്പൂണിത്തുറ എന്നാക്കി മാറ്റിയത്. തൃപ്പൂണിത്തുറയിൽ സ്ഥിരമായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ്, മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥികളാണ് ജയിച്ചുകൊണ്ടിരുന്നത്. 1960-ൽ വിമോചന സമരം കഴിഞ്ഞതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി ജയിച്ച എറണാകുളം ജില്ലയിലെ ഏക മണ്ഡലം ഈ കണയന്നൂരായിരുന്നു. 67-ലും 71-ലും 70-ലും ഒക്കെ ഇത് തന്നെ ആവർത്തിച്ചു. പിന്നീട് 77-ൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായപ്പോഴും തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ സഖാവ് TK രാമകൃഷ്ണനാണ് ജയിച്ചത്. 80-ൽ രാമകൃഷ്ണൻ ജയിച്ചു, മന്ത്രിയുമായി, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി. 82-ൽ രാമകൃഷ്ണൻ ചെറിയ വ്യത്യാസത്തിൽ തോറ്റുപോയി. പക്ഷേ 87-ൽ സഖാവ് വിശ്വനാഥ മേനോൻ ആ സീറ്റ് തിരിച്ചു പിടിച്ചു. 91-ൽ വിശ്വനാഥ മേനോനാണ് മത്സരിച്ചെങ്കിൽ ജയിക്കുമായിരുന്നു. പക്ഷേ കഷ്ടകാലത്തിന് വിശ്വനാഥ മേനോൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കും. സഖാവ് MM ലോറൻസ് തൃപ്പൂണിത്തുറയിൽ നിന്ന് നിയമസഭയിലേക്ക് ഒരു കൈ നോക്കാൻ തീരുമാനിച്ചു. എന്താ പറ്റിയെന്ന് വെച്ചാൽ 91-ലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിച്ചത്. അതേ തുടർന്ന് സംസ്ഥാനത്ത് വലിയ സഹതാപ തരംഗമുണ്ടായി. ഈ തരംഗത്തിൽപ്പെട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി K. ബാബു ആദ്യമായിട്ട് വിജയിച്ചു. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബാബു നിരന്തരമായിട്ട് ജയിച്ചു. ബാബുവിൻ്റെ ഒരു പ്രത്യേകത, ആളുകളുമായിട്ട് പെരുമാറാൻ പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ആദ്യമായിട്ട് കാണുന്ന ആളുടെ പേരും മേൽവിലാസവും അത് ഓർമ്മിച്ച് വയ്ക്കും. പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞ്, 25 കൊല്ലം കഴിഞ്ഞ് നമ്മളെ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്ക് വെച്ച് കണ്ടാലും അദ്ദേഹം തിരിച്ചറിയും എന്ന് മാത്രമല്ല, നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് അവസാനം കണ്ടത് 2012-ാം ആണ്ടിൽ ഹൈക്കോടതിന് മുമ്പിൽ വെച്ചല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യും. പിന്നെ എവിടെ കല്യാണം ഉണ്ടെങ്കിലും, എവിടെ ചാത്തം ഉണ്ടെങ്കിലും, എവിടെ നൂലുകെട്ടുണ്ടെങ്കിലും, എന്ത് പരിപാടി ഉണ്ടെങ്കിലും ബാബു ചേട്ടൻ അവിടെ എത്തിയിരിക്കും. ഇദ്ദേഹത്തിനെ ആളുകൾ വിളിച്ചിരുന്നത് കല്യാണ ബാബു എന്നാണ്. എന്നുവെച്ചാൽ എല്ലാ കല്യാണത്തിനും പുള്ളി ഹാജരായിരിക്കും. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന കല്യാണത്തിന് മാത്രമല്ല, തൃപ്പൂണിത്തുറക്കാരുടെ ഏതെങ്കിലും സന്ത് ബന്ധുക്കളുടെ കല്യാണം ആറ്റിങ്ങിൽ വെച്ചോ, നെടുമങ്ങാട്ട് വെച്ചോ, കാസർഗോട്ട് വെച്ചോ, കൊയിലാണ്ടിയിൽ വെച്ചോ നടന്നാലും ബാബു ചേട്ടൻ അവിടെ ഉണ്ടാവും. കാരണം ഇങ്ങനെയുള്ള ഈ ചടങ്ങുകളിൽ കൂടിയാണ് പുള്ളി വോട്ട് ഉറപ്പിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇദ്ദേഹം നമ്മുടെ സ്വന്തം ആളാണ് എന്ന് തോന്നലുണ്ടാവുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് CPMകാരടക്കം ഈ ബാബു ചേട്ടന് സ്ഥിരമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മണ്ഡല പുനർവിഭജനം ഉണ്ടായത്. ഈ 2006-ൽ VS തരംഗം അടിച്ചപ്പോഴും ബാബു അല്പം വിഷമിച്ചുവെങ്കിലും ജയിച്ചു. 2011-ൽ മണ്ഡല പുനർവിഭജനം ഉണ്ടായപ്പോൾ പുള്ളിയുടെ കാര്യം കൂടുതൽ കുഴപ്പത്തിലായി. ബാബു മത്സരിക്കാൻ ആഗ്രഹിച്ച സീറ്റ് തൃക്കാക്കരയായിരുന്നു. തൃക്കാക്കര UDF മണ്ഡലമാണ്. പക്ഷേ ബാബുവിന് ഉമ്മൻചാണ്ടി തൃക്കാക്കര കൊടുത്തില്ല. അദ്ദേഹത്തോട് തൃപ്പൂണിത്തുറയിൽ തന്നെ മത്സരിക്കാൻ പോയി. തൃപ്പൂണിത്തുറയുടെ കുഴപ്പമെന്ന് വെച്ചാൽ പഴയ തൃപ്പൂണിത്തുറയല്ല. പഴയ തൃപ്പൂണിത്തുറയിൽ നിന്ന് UDFകാർ കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ തൃക്കാക്കരയിലേക്കും ചില ഭാഗങ്ങളിൽ എറണാകുളം മണ്ഡലത്തിലേക്ക് പോയി. പകരം മാർക്സിസ്റ്റുകാർ കൂടുതലുള്ള പ്രദേശം, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, ഉദയംപേരൂർ പഞ്ചായത്ത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളും പിന്നെ പള്ളുരുത്തി മണ്ഡലം ഇല്ലാതായി. അതിൽ CPMകാർ കൂടുതലുള്ള പ്രദേശങ്ങൾ കൂടി ചേർത്ത അതിഗംഭീരമായ ഒരു മാർക്സിസ്റ്റ് കോട്ടയാണ് ബാബുവിന് മത്സരിക്കാൻ കിട്ടിയത്. അവിടെ ബാബു അല്ലാതെ ആര് മത്സരിച്ചെങ്കിലും തോറ്റുവരെ.
എതിർ സ്ഥാനാർത്ഥി മുൻ മേയർ മുൻ പള്ളുരുത്തി MLA CM ദിനേശ് മണിയായിരുന്നു. ബാബുവിൻ്റെ ഈ ചിരിയും പഞ്ചാര വർത്തമാനവും കണ്ട് ആളുകൾ വീണ്ടും അദ്ദേഹത്തിന് തന്നെ വോട്ട് ചെയ്തു. പുള്ളി ജയിച്ചു. ആ തവണ ബാബു മന്ത്രിയുമായി. അങ്ങനെ മന്ത്രിയായിരുന്ന സമയത്ത് പുള്ളിക്കെതിരെ പല ആരോപണങ്ങളൊക്കെ ഉണ്ടായി. നമുക്കറിയാം, ഈ ബാർക്കോഴയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേര് നിരന്തരമായി പരാമർശിക്കപ്പെട്ടു. പുള്ളിയുടെ പഴയ ഗ്ലാമർ അല്പം മങ്ങി. അതുമാത്രമല്ല, തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ BJP വളരെ പ്രബലമായി. നരേന്ദ്രമോദി മധ്യ കേരളത്തിലെ ഒരേ ഒരു മണ്ഡലത്തിലെ പ്രസംഗിച്ചുള്ളൂ, അത് തൃപ്പൂണിത്തുറയിലാണ്. മാത്രവുമല്ല, ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെയൊക്കെ വലിയ മതിപ്പുള്ള പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അങ്ങനെ 2016 തെരഞ്ഞെടുപ്പിൽ ഈ വിശ്വംഭരൻ മാഷ് ഏതാണ്ട് 30,000-ൽ പരം വോട്ട് പിടിച്ചു. അതിലധികവും ബാബുവിൻ്റെ പെട്ടിയിൽ നിന്നാണ് പോയത്. അങ്ങനെ സ്വരാജ് അവിടുന്ന് ജയിച്ചു. അവിടെ P. രാജീവ് മത്സരിക്കാൻ എല്ലാ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഒരുക്കി നിന്നാണ്. ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കാൻ പാടില്ല എന്ന ഫത്വ വന്നപ്പോൾ രാജീവ് പിന്മാറി. പിന്നെ ദിനേശ് മണിയെ പരിഗണിച്ചു, മണിയും പിന്മാറി. അങ്ങനെയാണ് സ്വരാജ് വന്നത്. അല്ലാണ്ട് എറണാകുളം ജില്ലയിൽ മത്സരിക്കാൻ മാർസിസ്റ്റുകാരില്ലാത്തതുകൊണ്ടല്ല. ആ ഒരു ശ്രമം എന്ന രീതിയിൽ സ്വരാജിനെ കൊണ്ടുവന്നു. സ്വരാജ് മത്സരിച്ചു, അദ്ദേഹം ജയിച്ചു. അന്ന് സാംസ്കാരിക നായകന്മാരുടെ പിന്തുണ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. MK സാനു മാസ്റ്ററും മറ്റുമൊക്കെ സ്വരാജിന് അനുകൂലമായിട്ട് പ്രസ്താവന ഇറക്കി ഞാൻ ഓർക്കും. ഏതായാലും സ്വരാജ് ജയിച്ചു. സ്വരാജ് ജയിച്ചതിന് ശേഷം അതുവരെ ഈ മണ്ഡലമൊക്കെ പൊളിഞ്ഞ് പാളിസായി കിടക്കരുത്. നമ്മൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ നടുവിൻ്റെ ബോൾട്ട് പോകും. കാരണം എല്ലാ റോഡും പൊളിഞ്ഞ് പപ്പടമായി കിടക്കരുത്. അത് തൃപ്പൂണിത്തുറയുടെ ഒരു സവിശേഷതയായിരുന്നു. സ്വരാജ് വന്നതിന് ശേഷം ഈ പൊളിഞ്ഞു പോയ റോഡൊക്കെ ടാർ ചെയ്ത് സംഗതി ജോറാക്കി. അവിടെ വികസന പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് നടന്നു. പല പാലങ്ങളുടെയും ടോള് ഇദ്ദേഹത്തിൻ്റെ സമയത്ത് നിർത്തലാക്കി. പൊതുവെ ആ മണ്ഡലം നന്നായി തെളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്വരാജിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പുള്ളി കല്യാണത്തിനും പോവില്ല, അടിയന്തരത്തിനും പോവില്ല, ചാത്തത്തിനും പോവില്ല, നൂലുകെട്ടിനും പോവില്ല, പള്ളിപ്പെരുന്നാളിനും പോവില്ല, അമ്പലത്തിനും ഉത്സവത്തിനും അങ്ങോട്ട് തിരിഞ്ഞു കയറില്ല. അങ്ങനെ വന്നപ്പോൾ ജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ആളുകൾ ആഗ്രഹിക്കുന്നത് റോഡ് പൊളിഞ്ഞു കിടന്നാലും അല്ലെങ്കിൽ പാലത്തിൽ നിന്ന് ടോള് തുടർന്ന് പിരിച്ചാലും നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് അല്ലെങ്കിൽ ചാവടിയന്തരത്തിന് MLA വരണം എന്നുള്ളതാണ്. മന്ത്രിയാണെങ്കിൽ കൂടുതൽ നന്നായി. അങ്ങനെ ബാബു ചേട്ടൻ്റെ ഒരു വലിയ അസാന്നിധ്യം അവിടെ ഫീൽ ചെയ്തു. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലുള്ള എൻ്റെ സുഹൃത്ത് സഹപാഠിയുമായിട്ടുള്ള ജോർജ് മേനാച്ചേരിയുടെ അമ്മ മരിക്കും. അവിടെ ഉദയംപേരൂർ ഭാഗത്തുള്ള ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അന്ന് കോവിഡ് കാലമാണ്. കോവിഡ് കത്തി നിൽക്കുന്ന സമയം. നമ്മളൊക്കെ മാസ്ക് വെച്ച് നടക്കും. ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് ഒരു കാറിൽ ഉദയംപേരൂർ പള്ളിയിലെത്തുന്നു. വളരെ കുറച്ച് ആൾക്കാരെ അവിടെ അനുവദിച്ചിട്ടുള്ളൂ. ഞാൻ വീട്ടിൽ പോകാഞ്ഞത് കോവിഡ് സമയമായതുകൊണ്ടാണ്. അപ്പോൾ ജോർജ് എന്നോട് പറഞ്ഞു, വലിയ താല്പര്യത്തോട് പറഞ്ഞു, ബാബു സാർ വന്നിട്ടായിരുന്നു. ഞാൻ സ്വരാജ് സാർ വന്നോ എന്ന് ചോദിച്ചില്ല. കാരണം സ്വരാജ് വരില്ലെന്ന് നമുക്കറിയാം. സ്വരാജ് വന്നില്ല. പക്ഷേ ബാബു സാർ വന്നു. ഈ ജോർജിൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ആർക്കും ഇവിടെ വോട്ടില്ല. അവർ സ്വിസ് പൗരന്മാരാണ്. എന്നാലും ബാബു ചേട്ടന് അതൊരു വിഷയമല്ല. പുള്ളി എല്ലാ കല്യാണത്തിനും പോകും, എല്ലാ മരിച്ച വീട്ടിലും പോകും. എവിടെ എന്ത് ചടങ്ങുണ്ടെങ്കിലും ചടങ്ങില്ലെങ്കിലും അദ്ദേഹം എത്തും. അങ്ങനെ നാട്ടുകാരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ പുള്ളിക്കാർക്കായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇത് തന്നെ സംഭവിച്ചു. മാത്രമല്ല BJPയുടെ വോട്ടിൽ കുറവ് സംഭവിച്ചു. തുറവൂർ വിശ്വംഭരൻ മാഷ് മരിച്ചിട്ട് KS രാധാകൃഷ്ണൻ മാഷാണ് മത്സരിച്ചത്. എല്ലാ മാഷന്മാരും മാഷന്മാരല്ല. അതുകൊണ്ട് തുറവൂർ വിശ്വംഭരന് കിട്ടിയ അത്ര വോട്ട് KS രാധാകൃഷ്ണൻ കിട്ടിയില്ല. എന്ന് മാത്രമല്ല, BJPയുടെ അനുഭാവികളായിട്ടുള്ള കുറേ ആളുകൾ വോട്ട് കോൺഗ്രസ്സിന് ചെയ്തു. അത് ബാബുചേട്ടനുള്ള സ്നേഹം കൊണ്ടോ കൈപ്പറ്റിയോടുള്ള താല്പര്യം കൊണ്ടോ അല്ല. ഈ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്വരാജ് നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങൾ തൃപ്പൂണിത്തുറയിലെ അയ്യപ്പ ഭക്തന്മാരെ വല്ലാതെ വേദനിപ്പിച്ചു. ഇവനോടൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ ഒരു ശാപം കൂടി പുള്ളിക്ക് കിട്ടി. അത് വോട്ടായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയാണ് സ്വരാജ് തൃപ്പൂണിത്തുറയിൽ തോറ്റുപോയത്. അതേ മോശക്കാരനായിട്ടല്ല, നല്ല പാർലമെൻറ്റേറിയനായിരുന്നു. കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് വൃത്തിയായിട്ട് അവതരിപ്പിക്കുന്ന ആളായിരുന്നു. പ്രതിപക്ഷക്കാർക്ക് പോലും അദ്ദേഹത്തോട് ഉള്ളുകൊണ്ട് ഒരു മതിപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ ആളുകളെ കാണുമ്പോൾ തോളി കൈയടിയും, കയ്യെ കയറി പിടിക്കും, പഞ്ചാര ചിരിച്ചിരിക്കും, കൊച്ചു വർത്താനം പറയും, പിന്നെ കല്യാണത്തിന് പോവുകയും ചാത്തത്തിന് പോവുകയും നൂലുകെട്ടിന് പോവുകയും മാർക്ക കല്യാണത്തിന് പോവുകയൊക്കെ ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആളുകൾ വോട്ടിയില്ല. അങ്ങനെയാണ് ബാബുചേട്ടൻ വീണ്ടും ജയിച്ച് സ്വരാജ് സഖാബ് തോറ്റത്. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടുള്ളൊരു അപവാദം, പുള്ളിയെ ഫോണിൽ വിളിച്ചാൽ കിട്ടുകയില്ല, ഫോൺ എടുക്കുകയില്ല. എന്നാൽ പുള്ളിയുടെ PA വിളിച്ചാൽ PM ഫോൺ എടുക്കില്ല. അതുകൊണ്ട് ആളുകൾക്ക് ഇദ്ദേഹമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. പാർട്ടി നേതാക്കന്മാർ വിളിച്ചാൽ പോലും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി മെമ്പർ, ബ്രാഞ്ച് സെക്രട്ടറി, ഇങ്ങനെയൊക്കെ വലിയ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളുണ്ട്.
ഈ സഖാക്കൾക്ക് വരെ അതുകൊണ്ട് ഇദ്ദേഹത്തോട് കലിപ്പായി. നേരെ മറിച്ച് ബ്രാഞ്ച് സെക്രട്ടറി വിളിച്ചാലും ബാബു ചേട്ടൻ എടുക്കും, ഏരിയ കമ്മിറ്റി മെമ്പർ വിളിച്ചാലും ബാബു ചേട്ടൻ എടുക്കും, കോൺഗ്രസ്സുകാരെ വിളിച്ചാൽ പ്രത്യേകം പറയേണ്ടതില്ല. അങ്ങനെ CPM-കാരനും CPI-കാരനും വരെ ഫോൺ എടുക്കാൻ ബാബു ചേട്ടൻ വേണ്ടി വന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു വിപര്യം. അതുകൊണ്ട് തൃപ്പൂണിത്തുറയിലെ പ്രബുദ്ധരായ വോട്ടർമാർ സ്വരാജ് നല്ല പാർലമെൻറ്റേറിയനാണ്, പക്ഷേ തൽക്കാലം അതേ വീട്ടിലിരിക്കട്ടെ. ഞങ്ങളുടെ വീട്ടിൽ കല്യാണത്തിന് വരുന്ന, ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ മരണം അന്വേഷിച്ച് വരുന്ന, ചാവടിയന്ത്രത്തിന് വരുന്ന, നൂലുകെട്ടിന് വരുന്ന, ചാത്തത്തിന് വരുന്ന MLA മതി എന്ന് തീരുമാനിച്ചു. ഇനി വികസന പ്രവർത്തനത്തെക്കാൾ വലുത് ചാവടിയന്ത്രമാണ് എന്ന് തൃപ്പൂണിത്തുറ തെളിയിച്ചു. ഇങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. ഈ പറഞ്ഞതിൽ സ്വരാജിനോ ബാബുവിനോ പോലും എതിർപ്പുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതാണ് അവിടെ ഉണ്ടായ യഥാർത്ഥ സംഭവം. അപ്പോൾ നിലമ്പൂരെ വോട്ടർമാർ വോട്ട് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ആലോചിക്കാം. നിങ്ങൾക്ക് വീട്ടിൽ കല്യാണത്തിന് വരുന്ന, ചാവടിയന്ത്രത്തിന് വരുന്ന, നൂലുകെട്ടിന് വരുന്ന, മാർക്ക കല്യാണത്തിന് വരുന്ന ഒരു MLA ആണോ വേണ്ടത്? അതോ കാര്യങ്ങൾ പഠിച്ച് കൂലങ്കഷമായിട്ട് നിയമസഭയിൽ പ്രസംഗിക്കുന്ന, തൻ്റെ ഇടമുള്ള, താൻ പൊരുമയുള്ള പിണറായി വിജയൻ്റെ ഒരു ക്ലോൺ എന്ന് പറയാവുന്ന MLA ആണോ വേണ്ടത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ വിധിയെഴുത്തുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.